നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത ഒരു കൊലപാതക കേസാണ് ചന്ദ്രനാഥ് റാത്തിന്റെ കൊലപാതകം. ബംഗാളിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല എന്ന് സമാധാനത്തോടെ ഇരിക്കുമ്പോഴാണ് സാധാരണഗതിയിൽ പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായ അക്രമങ്ങൾ നടക്കാറുണ്ട്. ആ ആക്രമണങ്ങളിൽ ജനങ്ങളുടെ ജീവൻ പൊലിയുക സ്വാഭാവികമാണ്. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഒക്കെ കൊലപാതകങ്ങൾ അവിടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർവ്വസാധാരണമാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ വലിയ അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ അങ്ങിങ്ങ് അക്രമങ്ങൾ ഉണ്ടായി. പക്ഷേ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആ അക്രമങ്ങൾ വളർന്നില്ല. ഈ വാർത്തകൾ കേട്ട് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് സുവേന്ദു അധികാരിയുടെ ഏറ്റവും അടുത്ത അനുയായി, അല്ലെങ്കിൽ സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ സ്റ്റാഫ് എന്നറിയപ്പെടുന്ന സുവേന്ദു അധികാരിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഭവാനിപ്പൂരിൽ നേതൃത്വം കൊടുത്ത ബുദ്ധികേന്ദ്രമായിരുന്ന ചന്ദ്രനാഥ് റാത്തിനെ ഒരു സംഘം ആളുകൾ ചേർന്ന് കൊലപ്പെടുത്തുന്നത്. മെയ് 4-നാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. 6-ാം തീയതി അദ്ദേഹം തൻ്റെ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് പോകുമ്പോൾ വീടിനടുത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിൽ ഈ കൊലയാളികളുടെ ആക്രമണം ഉണ്ടാകുന്നത്. കാറിൽ സഞ്ചരിക്കുന്ന ചന്ദ്രനാഥ് റാത്തിൻ്റെ ഈ കാറിൻ്റെ വേഗത മറ്റൊരു കാർ മുന്നിലേക്ക് കയറി തടസ്സപ്പെടുത്തുകയും രണ്ട് വശങ്ങളിൽ നിന്നും എത്തിയ ഈ മോട്ടോർ ബൈക്കിലെത്തിയ ചില കൊലയാളികൾ ഇദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുകയുമാണ് ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ നെഞ്ചിലും അതുപോലെ തന്നെ തലയിലുമൊക്കെ വെടികൊണ്ടു. അങ്ങനെ ചന്ദ്രനാഥ് റാത്ത് അവിടെ വച്ച് തൽക്ഷണം മരിക്കുകയാണ് ഉണ്ടായത്. ഇത് സത്യത്തിൽ BJPയെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു. കാരണം സുവേന്ദു അധികാരിയുടെ ഏറ്റവും അടുത്ത അനുയായിയാണ്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫാണ്. പേഴ്സണൽ സ്റ്റാഫ് എന്നതിലുപരി വ്യക്തിപരമായ ബന്ധങ്ങൾ ഈ സുവേന്ദു അധികാരിയും ചന്ദ്രനാഥും തമ്മിലുണ്ട്. കുടുംബങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. വർഷങ്ങളുടെ ബന്ധമാണ് ഈ കുടുംബങ്ങൾ തമ്മിലുള്ളത്. ചന്ദ്രനാഥിൻ്റെ അമ്മ ഒരു TMC പ്രവർത്തകയായിരുന്നു. തൃണമൂൽ കോൺഗ്രസിൽ സുവേന്ദു അധികാരിയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന നേതാവായിരുന്നു. പിന്നീട് സുവേന്ദു അധികാരി തൃണമൂൽ വിട്ട് BJPയിലേക്ക് പോയപ്പോൾ ഒപ്പം വന്ന നേതാവായിരുന്നു ഈ ചന്ദ്രനാഥിൻ്റെ അമ്മ. ചന്ദ്രനാഥ് റാത്ത് ഒരു സൈനികനായിരുന്നു, വ്യോമസേന ഉദ്യോഗസ്ഥനായിരുന്നു. അവിടെ നിന്ന് സ്വയം വിരമിച്ച ശേഷം അദ്ദേഹം പിന്നീട് കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലി നോക്കുകയായിരുന്നു. അവിടെ നിന്നാണ് സുവേന്ദു അധികാരി എന്ന മന്ത്രിയുടെ, അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് മന്ത്രിയായിരുന്നു, മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വരുന്നത്. പിന്നീട് BJPയിൽ എത്തുമ്പോഴും സുവേന്ദുവിൻ്റെ സന്തത സഹചാരിയാവുകയും തെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്ന വ്യക്തിയാണ്. മാത്രമല്ല 2021-ലും 2026-ലും സുവേന്ദു അധികാരിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വളരെ ശക്തമായ മേൽനോട്ടം ചന്ദ്രനാഥ് നടത്തിയിരുന്നു. മാത്രമല്ല ഇത്തവണ 2 മണ്ഡലങ്ങളിലാണ് സുവേന്ദു അധികാരി മത്സരിച്ചത്, നന്ദിഗ്രാമിലും ഭവാനിപ്പൂരിലും. നന്ദിഗ്രാമിൽ സുവേന്ദു അധികാരി പരമാവധി ശ്രദ്ധ കൊടുത്തപ്പോൾ ഭവാനിപ്പൂരിൽ ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നത് ചന്ദ്രനാഥ് റാത്തായിരുന്നു. ഇങ്ങനെ ചന്ദ്രനാഥ് റാത്ത് എന്ന സുവേന്ദു അധികാരി എന്ന ബംഗാൾ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെയാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഇതിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് ആണെന്നും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിയുടെ മരുമകനായിട്ടുള്ള അഭിഷേക് ബാനർജിയാണ് എന്നും ഇപ്പോഴും BJP ഗുരുതരമായി തന്നെ ആരോപിക്കുന്നുണ്ട്. അതേസമയം ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചത് വാടക കൊലയാളികളായിരുന്നു എന്നും ഷാർപ്പ് ഷൂട്ടർമാരായിരുന്നുവെന്നുമൊക്കെ നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു. ഇതിലൊരു ഷാർപ്പ് ഷൂട്ടറെ ഈ കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് രാജ് സിംഗ് എന്നായിരുന്നു. രാജ് സിംഗ് എന്ന ഷാർപ്പ് ഷൂട്ടറെ അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു കൊൽക്കത്ത പോലീസ് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ഈ രാജ് സിംഗിൻ്റെ കുടുംബക്കാർ, അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ വാർത്താ സമ്മേളനം വിളിക്കുകയും തങ്ങളുടെ മകൻ അല്ലെങ്കിൽ തങ്ങളുടെ സഹോദരൻ അദ്ദേഹം നിരപരാധിയാണ് എന്നും, ഈ പറയുന്ന കൊലപാതകം നടക്കുന്ന സമയത്ത് അദ്ദേഹം പശ്ചിമ ബംഗാളിലേ ഇല്ലായിരുന്നു, ഇയാൾ ഉത്തർപ്രദേശിലായിരുന്നു. അവിടെ ഒരു അയോധ്യയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. ആ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം ഈ കുടുംബാംഗങ്ങൾ പുറത്തുവിടുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ അന്വേഷണം എത്രമാത്രം കാര്യക്ഷമമാണ് എന്ന കാര്യത്തിൽ സംശയം ഉയർന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ബംഗാൾ പോലീസിന് വിശ്വാസമില്ല എന്ന ഒരു പ്രതികരണമാണ് സുവേന്ദു അധികാരിയുടെ, അതായത് മുഖ്യമന്ത്രി ആകാൻ പോകുന്ന നേതാവിൻ്റെ കുടുംബം പോലും ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു CBI അന്വേഷണം ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം
BJPയുടെ ക്യാബിനറ്റ് അവിടെ നിലവിൽ വന്നതിന് ശേഷം ഈ CBI അന്വേഷണത്തിന് ഉത്തരവുണ്ടാവുകയായിരുന്നു. CBI ആദ്യം വന്നയുടൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കൊൽക്കത്ത പോലീസ് മുഖ്യ കുറ്റകവാളി അല്ലെങ്കിൽ ഈ ചന്ദ്രനാഥ് റാത്തിനെ വെടിവെച്ചു കൊന്ന ഷാർപ്പ് ഷൂട്ടർ എന്ന പേരിൽ അറസ്റ്റ് ചെയ്ത് വച്ചിരുന്ന രാജ് സിംഗിനെ കുറ്റവിമുക്തനാക്കി പറഞ്ഞയക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ പറഞ്ഞയക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ CBIയുടെ റിക്വസ്റ്റ് പോയി. ഇയാൾ കുറ്റവാളിയല്ല, കൊൽക്കത്ത പോലീസിന് പറ്റിയ ഒരു അബദ്ധമാണ്, അതുകൊണ്ട് തന്നെ ഇയാളെ വെറുതെ വിടണം എന്ന് കോടതിയോട് അപേക്ഷിക്കുകയും കോടതി ഈ CBIയുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഇയാളെ വെറുതെ വിടുകയുമാണ് ഉണ്ടായത്. ആ കുടുംബത്തിന് വലിയ സന്തോഷമായി. ഏതാനും ദിവസങ്ങൾ വലിയ ഒരു പിരിമുറുക്കത്തിലൂടെയാണ് രാജ്കുമാറിൻ്റെ അല്ലെങ്കിൽ രാജ് സിംഗിൻ്റെ ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങൾ കടന്നുപോയത്. യഥാർത്ഥ കുറ്റവാളിയെ പിടിക്കാതെ ഈ മറ്റൊരു രാജ്കുമാറിനെയാണ് ഈ കൊൽക്കത്ത പോലീസ് പിടിച്ചു വച്ചിരുന്നത്. അബദ്ധം മനസ്സിലാക്കിയത് CBI സംഘമാണ്. CBI സംഘം പിന്നീട് യഥാർത്ഥ കുറ്റവാളിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. രാജ്കുമാർ സിംഗ് എന്നറിയപ്പെടുന്ന ഉത്തർപ്രദേശിലെ ഒരു വാടക കൊലയാളി, ഒരു ഷാർപ്പ് ഷൂട്ടറെയാണ് CBI പിന്നീട് അറസ്റ്റ് ചെയ്തത്. അയാളെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ ഉത്തർപ്രദേശിൽ നിന്നും ദില്ലിയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയാണ് CBI സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ അബദ്ധമാണ് കൊൽക്കത്ത പോലീസിന് പിണഞ്ഞത്. ഇത്രയും കാലം ഒരു വലിയ മാനസിക പിരിമുറുക്കത്തിലൂടെ നിരപരാധിയായ രാജ് സിംഗ് കടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ യഥാർത്ഥ രാജ്കുമാർ സിംഗ് പിടിയിലായിരിക്കുന്നു. ചോദ്യം ചെയ്തു വരികയാണ്. പിന്നിലാരാണ് എന്നതാണ് CBI സംഘം ഇപ്പോൾ കൃത്യമായും അന്വേഷിക്കുന്നത്. കൊന്നത് നിങ്ങളാണ് എന്ന് മനസ്സിലായി, കൊല്ലിച്ചത് ആരാണ് എന്ന ചോദ്യമാണ് കുറ്റവാളികളോട് ഇപ്പോൾ CBI സംഘം ചോദിക്കുന്നത്. ഈ ഒരു അന്വേഷണത്തിൽ, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ ചന്ദ്രനാഥിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കും എന്നതിൻ്റെ ചില സൂചനകളാണ് ഇപ്പോൾ ഇതിലൂടെ പുറത്തു വരുന്നത്. നിരപരാധിയായ ഒരാളെ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നു. പകരം യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അന്വേഷണത്തിൽ വൻ മുന്നേറ്റമാണ് ഇപ്പോൾ CBI ബംഗാളിൽ നടത്തിയിരിക്കുന്നത്.